കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കു ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ കേസിനെ തുടർന്നാണ് വാഹനം ഹാജരാക്കിയത്. കൂത്താട്ടുകുളം നഗരസഭ LDF കൗൺസിലർ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി. ബുധനാഴ്ച വൈകിട്ട് 3:15 വാഹനം കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയത്. നഗരസഭാ ജീവനക്കാരനായ ജോമിറ്റ് ജോസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ V അനീഷ് ദേവ് എന്നിവരാണ് വാഹനം പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് സ്റ്റേഷനിലെത്തിച്ചത്. കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധവുമായി ബന്ധപ്പെട്ട് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കിക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളതായി പോലീസ് അറിയിച്ചു. ഭീഷണിപ്പെടുത്തൽ, പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കൽ, കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ എന്നിവ ആരോപിച്ചാണ് കേസ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.